നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരെയും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ദമാമിൽ കറങ്ങുന്ന ഒരു സ്ഥലമായിട്ടുള്ള ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ്, എവിടെയാണ് എന്നുള്ളതൊക്കെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഏതാണെന്നുള്ളത്. ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഞങ്ങളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളവർക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അടിപൊളി ഒരു നല്ലൊരു ക്ലൈമറ്റും എല്ലാം കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ബാച്ചിലറായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എവിടെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതെ, ഗ്ലോബൽ സിറ്റിയിലാണ്, ദമാമിലെ ഗ്ലോബൽ സിറ്റിയിലാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ, എന്തൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷനുകളെന്ന് നമുക്ക് കാണാം. പുതുതായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ ടിക്കറ്റ് ഇവിടെ വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ എത്രയാണ് ഫെയർ എന്ന് പറഞ്ഞാൽ 23 റിയാലാണ്. ഞങ്ങൾ എടുത്തത് 23 റിയാലിൻ്റെ ടിക്കറ്റായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് വെരിഫൈ ചെയ്ത് എൻട്രി പാസ് കിട്ടി. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ അകത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. അവിടെ ഏകദേശം ഞങ്ങളെത്തി. അങ്ങനെ ഞങ്ങളെല്ലാം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഞങ്ങൾ അങ്ങ് അകത്ത് കയറുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റിൽ തന്നെ ഒരു ഗ്ലോബൽ സിറ്റിയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സൗദിയുടെ മാപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പോകേണ്ടത്. അപ്പോൾ പ്രായമായവരുണ്ടെങ്കിൽ അവർക്കും കുഴപ്പമില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതേപോലത്തെ ഇലക്ട്രിക് ട്രോളികൾ ചെന്ന് കയറുമ്പോൾ തന്നെ അത് ഫസ്റ്റിൽ ദമാം എന്നുള്ളൊരു വെൽക്കം ബോർഡ് പോലത്തെ ഒരു ബോർഡാണ്. അതെല്ലാം രസമുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ട്രോളി നമ്മൾ എടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് പൈസ അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് കയറി എന്തെടുത്താലും അതിന് സെപ്പറേറ്റ് പൈസ ഉണ്ട്, അത് വേറെ കാര്യം. കയറി വരുന്ന വഴിയിൽ തന്നെ നല്ല അടിപൊളി വിശാലമായിട്ടുള്ള ഫുഡ് കോർട്ടുകൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടീയും സ്നാക്സൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ ഉള്ളിലോട്ട് പോവാം. ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റിൽ തന്നെയുണ്ട് ഗ്ലോബൽ സിറ്റിയുടെ ഒരു വെൽക്കം ബോർഡ് പോലത്തെ ഒരു ബോർഡ്. അതൊക്കെ നല്ല രസമുണ്ട്. ഞങ്ങൾ വന്നത് വൈകുന്നേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഈ നേരത്ത് നല്ല തിരക്കുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ തന്നെ പ്രെയർ ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ വാഷ്റൂമും ഇതൊക്കെ ഇവിടെ നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അറേബ്യൻ പാരമ്പര്യ വസ്ത്രങ്ങളും ശില്പങ്ങളും അങ്ങനെ പലതും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ അത് മേടിക്കുക തന്നെ ചെയ്യാം. കുട്ടികളായിട്ട് വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളും മറ്റും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളും ഹാപ്പിയാവും. ആദ്യ എൻട്രൻസിൽ തന്നെ സൗദിയുടെ ഇതാണുള്ളത്. എൻട്രൻസാണ് കണ്ടില്ലേ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. ഫസ്റ്റ് എൻട്രൻസ് അത് തന്നെ. അപ്പോൾ അതിനകത്ത് കയറാം. അവിടെ എന്തൊക്കെയാണെന്ന് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്കറിയില്ല, ആദ്യമായി കയറിയാണ്. അപ്പം ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റിലെ തന്നെ നമ്മൾ അൽ മജിദ് ഊദിൻ്റെ ഒരു ഷോപ്പായിരുന്നു ഫസ്റ്റിലെ കണ്ടത്. ലെഫ്റ്റ് സൈഡിൽ മൊത്തം കൂടുതലും പെർഫ്യൂം ഷോപ്പുകളാണ് ഇതിനകത്ത് കേട്ടോ. സൗദിയിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂം ഷോപ്പുകളാണ് ഇവിടെ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പെർഫ്യൂം മേടിക്കാം കേട്ടോ. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇതാ കണ്ടോ, ഒരു സൗദിയിൽ മൊത്തത്തിൽ ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ ഔട്ട്ലെറ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാനും ഒക്കും. കുറേ പേരെഴുതിയിട്ടുള്ളതാണ് വേണ്ട. വീഡിയോ തീർന്നിട്ടില്ല, ഇനിയും വരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.